ആദ്യം പുറത്തറിഞ്ഞത് വീട്ടിലെ വൻ മോഷണം, മണിക്കൂറുകൾക്കുള്ളിൽ മരുമകളുടെ കൊലപാതകം. കഴിഞ്ഞ ദിവസം മുതൽ നടുക്കത്തിലാണ് കണ്ണൂർ കല്യാട്ടെ കൊച്ചു ഗ്രാമം. കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി ദർശിതയെ കൊന്നത് അതിക്രൂരമായിട്ടെന്ന് റിപ്പോർട്ട്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ചായിരുന്നു കൊലപാതകം. കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിതയെ പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. ഇതേ ദിവസമാണ് ഇവർ വീട് പൂട്ടി കർണാടകയിലേക്ക് പോയത്. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് കല്യാട്ടെ ഒരു വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നാലെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. അതായത് ആ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നത് മരുമകളും അവരുടെ ആൺസുഹൃത്തുമാണെന്ന് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അതേ ദിവസം തന്നെ ഈ മരുമകൾ ദർശിതയുടെ കൊലപാതകം നടക്കുന്നു. അതായത് ആസൂത്രിതമായി നടത്തിയ മോഷണം, കൊലപാതകം. ഇതിന്റെ ആസൂത്രകൻ ഈ ആൺസുഹൃത്ത് സിദ്ധരാജു എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? കാരണം ആ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയുമാണ്. ഇത് ദർശിത ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പുരുഷ സുഹൃത്ത്, ആൺസുഹൃത്ത് അവിടേക്ക് എത്തി എന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇയാളുടെ കർണാടക സ്വദേശിയാണ്, സിദ്ധരാജു എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ അവിടെ എത്തുകയും ഒരു കവർച്ചയുടെ ലക്ഷണം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പണവും സ്വർണവുമായി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു എന്നാണ് പോലീസ് കരുതുന്നത്. അതിൻ്റെ സൂചനകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളാണ്. കർണാടക സ്വദേശിയാണ് ദർശിത. കണ്ണൂർ സ്വദേശിയെ വിവാഹം ചെയ്ത് ഇവിടേക്ക് വരികയായിരുന്നു. ഇരിക്കൂറിലാണ് ഇവരുടെ വീടുള്ളത്, കല്യാട്ട് ആണ് ഇവരുടെ വീടുള്ളത്, ഭർത്തൃഗൃഹമുള്ളത്. ഭർത്താവാകട്ടെ വിദേശത്താണ്. ഈ ആൺസുഹൃത്തുമായി പിന്നീടും ഇവർ സൗഹൃദം തുടരുകയായിരുന്നു. 2.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഈ മോഷണം നടക്കുന്ന ദിവസം രാവിലെ ഭർത്തൃമാതാവും സഹോദരനും, ഭർത്താവിൻ്റെ സഹോദരനും രാവിലെ തന്നെ അവരുടെ ജോലിക്ക് പോയിരുന്നു. ഈ സമയത്ത് താൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ദർശിത ഈ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഇവരെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടേക്ക് സിദ്ധരാജു എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, സിദ്ധരാജുവിനൊപ്പം മറ്റ് ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സൂചനകൾ വരുന്നു. അതായത് ഒരു മോഷണ സംഘം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇവരെത്തിയത്. പിന്നീട് ദർശിത നാട്ടിലേക്ക് പോവുകയും അവരുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കി അവിടെ നിന്ന് ഈ പുരുഷ സുഹൃത്തിനോടൊപ്പം പോവുകയും ചെയ്തു. തുടർന്ന് ഇവർ ലോഡ്ജിൽ മുറിയെടുക്കുന്നു. സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് മുറിയെടുക്കുന്നത്. അവിടെ വെച്ച് ചില തർക്കങ്ങളുണ്ടായതായാണ് വിവരം. തുടർന്ന് ഈ കൊലപാതകം നടത്തി എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ സിദ്ധരാജു പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, തങ്ങൾ രണ്ടുപേരും ലോഡ്ജ് മുറിയിലുണ്ടായിരുന്നു. താൻ ആഹാരം വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ ഈ മുറി പൂട്ടിയ നിലയിലായിരുന്നു. തുറന്നു നോക്കുമ്പോൾ, ജീവനക്കാരുടെ സഹായത്തോടെ തുറന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു. ഡിറ്റനേറ്റർ വായിൽ തിരികിയ ശേഷം ഇത് പൊട്ടിക്കുകയായിരുന്നു. ഇലക്ട്രിക് വയറുകളുടെ സഹായത്തോടു കൂടി അത് പൊട്ടിക്കുകയായിരുന്നു. അത് കൊലപാതകം എന്ന് തന്നെയാണ് കരുതുന്നത്. മുഖം പൂർണ്ണമായും വികൃതമായ നിലയിലായിരുന്നു. ഈ സ്വർണവും പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ഈ കൊലപാതകം നടത്തിയെന്നുമാണ് പോലീസ് കരുതുന്നത്. ഏതായിരുന്നാലും വിശദമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ടോം. യെസ് വിനോദ്, അങ്ങനെയെങ്കിൽ ഇത് ഈ ദർശിതയുടെ കൊലപാതകവും ആസൂത്രിതമായിരുന്നോ? അതോ ഇരുവരും തമ്മിലുള്ള ഈ തർക്കത്തെ തുടർന്ന് പിന്നീട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ ആൺസുഹൃത്ത് നടത്തിയ കൊലപാതകം എന്നാണോ സംശയിക്കേണ്ടത്? അതോ ഈ മോഷണം നടത്തി ദർശിതയെ, ഈ കാമുകിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആൺസുഹൃത്തും സംഘവും അവിടെ എത്തി അതിനുശേഷം നടത്തിയ കൊലപാതകം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ കേസിലെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും സിദ്ധരാജു ഇപ്പോൾ കർണാടക പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിലെ ഈ പ്രാഥമിക മൊഴിയാണ് കൊലപാതകത്തിൽ, അല്ലെങ്കിൽ കൊലപാതകം താൻ നടത്തിയതല്ല, തനിക്ക് പങ്കില്ല എന്ന കാര്യം സിദ്ധരാജു പറയുന്നത്. അവിടെയാണ് മറ്റു ചില സംശയങ്ങൾ. കാരണം ഇയാളുടെ കൂടെ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സൂചനകളുണ്ട്. ഇയാൾ ഒറ്റയ്ക്കല്ല കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഈ സ്വർണവും പണവും തട്ടിയെടുക്കുമ്പോൾ ദർശിതയ്ക്കും സിദ്ധരാജുവിനൊപ്പം മറ്റ് ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. ഇയാൾ ഒരു സംഘമായി എത്തി എന്ന ചില സൂചനകൾ പോലീസിനുണ്ട്. പക്ഷേ അതിനൊരു സ്ഥിരീകരണമായിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്യണം. ഏതായിരുന്നാലും ഇത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ
ഉറപ്പാണ്. തനിക്ക് പങ്കില്ലെന്ന് സിദ്ധരാജ് പറയുന്നെങ്കിലും അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ ഇവിടെ നിന്ന് സമാഹരിച്ചു ശേഖരിച്ചു എന്നതടക്കമുള്ള അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാണ്. കാരണം 30 പവനും 5 ലക്ഷം രൂപയുമായാണ് കല്യാട്ട വീട്ടിൽ നിന്ന് ഇവർ പോകുന്നത്. അവിടെ ഒറ്റനോട്ടത്തിൽ ഒരു മോഷണം നടന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയും പിന്നീട് ഈ സ്വർണവും പണവുമായി കർണാടകയിലേക്ക് പോവുകയും ദർശിതയുടെ വീട്ടിൽ, അവിടെയാണ് അവരുടെ സ്വന്തം വീട്, ആ വീട്ടിലെത്തി 2.5 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിച്ച ശേഷമാണ് ആ വീട്ടിൽ നിന്ന് ഈ കാമുകനൊപ്പം പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഇവർ സാലിഗ്രാമത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു. അവിടെ വെച്ച് ഈ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ തർക്കമുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. കർണാടക പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്യുകയാണ് ടോം. വിനോദ്, കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ കർണാടക സ്വദേശിയായിട്ടുള്ള ആൺസുഹൃത്ത് തനിച്ചല്ല ഈ കൊലപാതകം നടത്തിയത്. ഈ മോഷണത്തിനടക്കം കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിരുന്നു എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. അവരും കർണാടക സ്വദേശികളാണോ? ടോം, ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ കൊലപാതകത്തിൻ്റെ രീതിയാണ്. സാധാരണ ഇങ്ങനെ ഈ പുരുഷ സുഹൃത്തുക്കളുമായി പോവുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിൽ കാണുന്നത് ഈ ഡിറ്റനേറ്ററൊക്കെ വായിൽ തിരികെ, സ്ഫോടക വസ്തു വായിൽ തിരികെ, പിന്നെ ഇലക്ട്രിക് വയറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് വായിൽ വെച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തുക എന്ന ഏറ്റവും ക്രൂരമായ രീതിയിലുള്ളൊരു കൊലപാതകമാണ്. അത് ഇയാൾ ഒറ്റയ്ക്ക് മാത്രമാണോ നടത്തിയത് എന്നതിലാണ് പോലീസിന് സംശയമുള്ളത്. മാത്രമല്ല ഈ 30 പവനും 5 ലക്ഷം രൂപയുമായി വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇവർക്കൊപ്പം കൂടുതൽ ആളുകളുണ്ടായിരുന്നു എന്ന ചില സൂചനകളാണ്. കാരണം ഈ വീട്ടുകാർ പറയുന്നത്, സുഭാഷിൻ്റെ മാതാവും സഹോദരനും പറയുന്നത്, ഇവർ ഈ വീട് പൂട്ടിപ്പോകുമ്പോൾ താക്കോൽ അവിടെ തന്നെ ഇവർക്ക് വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുന്നതാണ് രീതി. ആ താക്കോൽ അവിടെ നിന്ന് എടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് ദർശിതയുടെ അറിവോട് കൂടിയാണ് ആ താക്കോൽ അവിടെ നിന്ന് എടുത്തതെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ദൃശ്യത കൂടി കൂട്ടുനിന്നുകൊണ്ട് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത്. ഈ 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും ആ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളതും. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു. ഒരുപക്ഷെ ദൃശ്യതയെ ഒഴിവാക്കാൻ സിദ്ധരാജുവിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കും ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വർണവും പണവും കൈക്കലാക്കി ദൃശ്യതയെ ഒഴിവാക്കുക എന്നൊരു രീതിയിലേക്ക് ഇയാൾ പോയിട്ടുണ്ടാകും. കാരണം ഇയാളുടെ ഒരു പശ്ചാത്തലം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിമിനൽ രീതികൾ ഒരു കാര്യമാണ്. ഇയാളുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പണവും സ്വർണവും കൈക്കലാക്കി യുവതിയെ ഒഴിവാക്കുക എന്നൊരു രീതിയിലേക്ക് പോയിട്ടുണ്ടാകും. 2.5 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് യുവതി പുരുഷ സുഹൃത്തിനോടൊപ്പം പോകുന്നത്. അവിടെ തർക്കമുണ്ടാകുകയും അത് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചുവെന്നുമാണ് കരുതുന്നത് കേട്ടോ. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകത്തിൻ്റെ രീതി തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഒരു ക്വാറികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു വായിൽ തിരികെ അങ്ങനെ ക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകം. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ചും അത്തരം ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമെന്ന് തന്നെ കരുതേണ്ടതില്ല. കാരണം ഇവിടെ ഈ ഭർത്ത വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന് ഈ ആൺസുഹൃത്തിനൊപ്പം ദർശിത പോയത് അയാൾക്കൊപ്പം ജീവിക്കാൻ എന്ന് കരുതിയാണ്. അതിനുവേണ്ടി മകളെ, ഈ 2 വയസ്സുള്ള മകളെ സ്വന്തം വീട്ടിലേൽപ്പിക്കുന്നു. പിന്നീട് കാമുകനൊപ്പം പോകുന്നു. പക്ഷേ ഈ ആൺസുഹൃത്തിൻ്റെ ലക്ഷ്യം ഈ ദർശിതയുടെ പണവും സ്വർണവും മാത്രമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ രീതി കൊന്നത്. കാരണം ഈ ക്വാറികൾ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു കൈവശമുണ്ടായിരുന്നുവെങ്കിൽ അത് ദർശിതയെ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം കരുതിയിരുന്നതായിരിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കമെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ഈ കവർച്ച നടന്നത് വീട്ടുകാർ അറിയുന്നു. ഭർത്തൃ വീട്ടുകാർ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിൻ്റെ മാതാവും സഹോദരനുമുണ്ട്. ഇവർ ഈ വീട്ടിൽ കവർച്ച നടന്ന കാര്യം സ്ഥിരീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദർശിതയെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ദർശിത ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് അവർ സഞ്ചരിക്കുന്നതായി മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിൽ നിഗമനം ഇങ്ങനെയാണ്. കാരണം മോഷണ വിവരം വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. പുരുഷ സുഹൃത്തുമായി ദർശിത മറ്റൊരു ലോഡ്ജിലേക്ക് മാറുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് മാറുന്നു. പിന്നീട് ഈ കേസന്വേഷണവും പോലീസിൻ്റെ നടപടിയും ഒക്കെ വരുമെന്ന ഒരു ഭയം ഒരു വശത്തുണ്ട്. ഈ സ്വർണവും പണവും കൈക്കലാക്കണം എന്ന് ഈ ക്രിമിനൽ ചിന്താഗതിയുള്ള
സിദ്ധരാജുവിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയും തർക്കത്തിലേക്ക് പോവുകയും കൊലപാതകം നടത്തിയെന്നുമാണ് കരുതുന്നത്. പക്ഷേ അവിടെ പെട്ടെന്നൊരു പ്രകോപനത്തിലുണ്ടായ കൊലപാതകമെന്ന് കരുതുക വയ്യ. കാരണം ഡിറ്റനേറ്റർ പോലുള്ള വസ്തുക്കളൊക്കെ വെച്ച് അത് വായിൽ തിരികെ അങ്ങനെ അത് പൊട്ടിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുക എന്ന രീതിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്നൊരു പ്രകോപനത്തിൽ നടത്തുന്ന ഒരു കത്തി കൊണ്ട് കൊലപാതകം നടത്തുന്നത് പോലെയൊക്കെ കരുതുക വയ്യ. അതുകൊണ്ട് തന്നെയാണ് യുവതിയെ ഒഴിവാക്കി പണവും സ്വർണവും തട്ടിയെടുക്കുക എന്നൊരു ലക്ഷ്യം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്ന സംശയമുള്ളത്. മാത്രമല്ല ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ടോം പറഞ്ഞതുപോലെ തന്നെ ക്വാറിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബന്ധം ഇയാൾക്കുണ്ട് എന്ന പ്രാഥമിക വിവരം വരുന്നുണ്ട്. കർണാടക പോലീസാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഏതായിരുന്നാലും കേരള പോലീസിൻ്റെ ഒരു തുടർ അന്വേഷണം കൂടി, ഇടപെടൽ കൂടി ഈ കേസിലുണ്ടാകും. ഇപ്പോൾ ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടി നടത്തിയ കൊലപാതകം ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണേണ്ടി വരിക. ടോം. യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ സംബന്ധിച്ച് ഏറെ ഞെട്ടലുളവാക്കിയൊരു സംഭവമായിരുന്നു. ഒരു വീട്ടിൽ നടന്ന മോഷണം, അതിൻ്റെ അന്വേഷണത്തിലാണ് മരുമകളിലേക്കും അയാളുടെ സുഹൃത്തിലേക്കും അന്വേഷണം എത്തുന്നത്. എന്നാൽ മരുമകളെ കർണാടകയിലെ ലോഡ്ജിൽ, ദർശിത എന്ന യുവതിയെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. വായിൽ സ്ഫോടക വസ്തു തിരികെ അത് പൊട്ടിത്തെറിച്ചുണ്ടായ മരണം കൊലപാതകമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സുഹൃത്ത്, കർണാടക സ്വദേശിയായ സുഹൃത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലൂടെ ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്.